സന്ദർഭം നടത്തിയെടുത്ത് ഉപയോഗിക്കലും നടത്തിയിട്ട് ഇന്നുവരെ ഇപ്പോഴും പലരും ഈ ബൈലക്സിലൂടെ ഈ വിഷയം കേട്ടല്ലോ. എന്തേ ഇത് തിരുത്തേണ്ടതല്ലേ? ഇത് ഇന്ന് രാത്രി തന്നെ അദ്ദേഹം തിരുത്താതെ കിടന്നുറങ്ങാൻ പറ്റുന്ന വിഷയമാണോ ഇത്? ഇങ്ങനെ ഏതെങ്കിലും ഒരായത്ത് ഉദാഹരണത്തിന് ഇങ്ങോട്ട് പറയാൻ സാധിക്കുമോ? ഇല്ല എന്നത് അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹം മാത്രമാണ്. പടച്ചവൻ നമ്മളെ സഹായിക്കുന്നതുകൊണ്ട് മാത്രം, പ്രമാണങ്ങളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് മാത്രം, സലഫുൽ അതിനോട് സ്വീകരിച്ച സമീപനം സ്വീകരിക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ. അതേപോലെ നിയമവിധേയമല്ലാത്ത രൂപത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയാണ് നിലവിളക്ക് കൊളുത്തിയത്. ആ വിഷയം ഇവിടെ പരാമർശിച്ചല്ലോ. എന്നാൽ എന്തെങ്കിലും ഒരു പരാമർശം അത് സംബന്ധിച്ച് അബ്ദുറഹ്മാൻ സലഫി നടത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം നിലവിളക്ക് കൊളുത്തിയത് ഡോക്ടർമാരുടെ ഒരു സമ്മേളനത്തിലാണ്. ആ സമ്മേളനത്തിന്റെ ഓർഗനൈസറായിരുന്നു അദ്ദേഹം. ഓർഗനൈസർക്ക് വേണമെങ്കിൽ ഉദ്ഘാടന ചടങ്ങ് മാറ്റാൻ കഴിയുമോ അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. ഇനി നിലവിളക്ക് കൊളുത്തി തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്യേണ്ടതെങ്കിൽ മറ്റൊരാളെ ഏർപ്പാടാക്കിയാൽ പോലെ. CH മുഹമ്മദ് കോയ സാഹിബ് തന്റെ സെക്രട്ടറിയായ മുസ്ലിം അത്തരം ഘട്ടം വന്നപ്പോൾ അദ്ദേഹം കൊളുത്തിയ ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ടെന്ന് പലരും പറഞ്ഞു കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരമൊരവസ്ഥ ഉണ്ടാക്കാമായിരുന്നു. ഇനി ഈ കൊളുത്തിപ്പോയി എന്നിങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. കാരണം ഒരാള് റാത്തീബ് കഴിച്ചുപോയി, ഒരാള് മൗലിദ് കഴിച്ചുപോയി, അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. ബോധപൂർവം ചെല്ലുക എന്നല്ലാതെ വ്യഭിചാരം പോലെയുള്ള സന്ദർഭം തെറ്റുകളാണെങ്കിൽ അത്തരം ഒരു ആനുകൂല്യം ഒരുപക്ഷെ വന്നേക്കാം നമുക്ക് പറയാം. ഇങ്ങനെയല്ല. മാത്രമല്ല പിന്നീട് പറഞ്ഞത് മാപ്പ് പറഞ്ഞിരിക്കുന്നു, മാതൃകാപരമായ സമീപനമാണ് എന്നൊക്കെയാ പറഞ്ഞത്. എവിടെയാ മാപ്പ് പറഞ്ഞത്? ഫേസ്ബുക്കിലാണ് മാപ്പ് പറഞ്ഞത്. അദ്ദേഹം എവിടെയാണോ നിലവിളക്ക് കൊളുത്തിയത് ആ നിലവിളക്ക് കൊളുത്തിയിട്ടുള്ള സമ്മേളനം വീണ്ടും 2 ദിവസം നീണ്ടു നിന്നു. ആ സമ്മേളനത്തിന്റെ മുമ്പിൽ ഞാൻ ഒരു മുസ്ലിമാണ് എന്ന രൂപത്തിൽ പറഞ്ഞ് എനിക്ക് ഇത് മതപരമായി പാടില്ലാത്തതാണ് ആദരിക്കുകയേ എല്ലാവരും ചെയ്യുകയുള്ളൂ, ബഹുമാനിക്കുകയേ ചെയ്യുകയുള്ളൂ. അവിടെ പറയാതെ ജനങ്ങളോട് ഫേസ്ബുക്കിലൂടെ മാപ്പ് പറയുകയാണ് ഉണ്ടായത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജിന്ന് സിഹർ വിഷയത്തിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലരെയും പുറത്താക്കിയപ്പോൾ എത്ര പ്രാവശ്യമാണ് നമ്മുടെ പല നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും പ്രവർത്തകരെയും CD ടവറിലേക്ക് വിളിച്ചു ചേർത്ത് ശാസിക്കുകയും അന്വേഷണം നടത്തുകയും സസ്പെൻഷനും ഡിസ്മിസും ഒക്കെ കൊടുക്കുകയും ചെയ്തത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി ചെയ്തിരിക്കുന്ന ഈ പ്രവർത്തനത്തിന്റെ പേരിൽ ഒരു അടിയന്തര സെക്രട്ടേറിയറ്റ് എങ്കിലും കേരളം ചേർന്നു. അങ്ങനെ ചേർന്നിട്ടുണ്ടെങ്കിൽ വല്ല വിശദീകരണവും ചോദിച്ചോ? മാത്രമല്ല അദ്ദേഹം രാജിവെച്ചത് എവിടെ നിന്നാണ്? സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്. ക്ഷേത്രത്തിൽ പോയി തൗഹീദ് പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി എവിടുന്നാ പുറത്താക്കിയത്? കേരളമിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്. അപ്പോൾ ഇപ്പോഴും സംസ്ഥാന എക്സിക്യൂട്ടീവിലുണ്ട്. അപ്പൊ കേരള നേതൃത്വം മുജാഹിദീൻ ഇത്തരം ഒരു പച്ച ശിർക്ക് കുട്ടി സാഹിബിനെ പോലെ CT അഹമ്മദ് അലിയെ പോലെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അനുഭാവികൾ മാത്രമായ നമ്മുടെ ആശയക്കാരാണെന്ന് തുറന്നു പറയാത്ത ആ മന്ത്രിമാർ പോലും നമ്മുടെ ഈ ദാവത്തിന്റെ കാറ്റേറ്റ് ഇത്തരം പ്രവർത്തനം മാറി നിൽക്കുമ്പോൾ ഇതിന്റെ ഒരു സംസ്ഥാന ഭാരവാഹി നിയമവിധേയമല്ലാത്ത രൂപത്തിൽ തിരഞ്ഞെടുപ്പെട്ടിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട് അത്. അപ്പോൾ ശിർക്ക് ആരോപിച്ച് ആ ശിർക്ക് നേരെ പ്രാവർത്തികമാകുന്ന അപകടകരമായ സ്ഥിതിവിശേഷം. സഹോദരൻ, ഇതൊക്കെ പെട്ടെന്ന് പിൻവലിച്ച് പടച്ചവനോട് മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത്തരം അവസ്ഥയിലെത്തും. ഇമാം സാഹിബ് ഞാൻ ഈ വിഷയങ്ങളെ കുറിച്ച് കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ വ്യക്തി പെട്ടെന്ന് ഹുസൈൻ സലഫി അവിടെ വളരെ കൃത്യമായ ഐക്യാഹനം നടത്തി. അതിൽ അബ്ദുറഹ്മാൻ സലഫിക്ക് വിഷമുണ്ടായി. ഹുസൈൻ സലഫി അങ്ങനെ പ്രഖ്യാപിച്ചെങ്കിൽ തിരിച്ചുപ്പുറത്തൊരു കാര്യം പറയാൻ നിങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞ് മൂച്ചുമ്പ കയറ്റിയിട്ടാണോ എന്ന് അറിയില്ല. പിറ്റേന്ന് പമ്പര വിഡ്ഢിത്തമാണ് അദ്ദേഹം പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളായ ഭൂമിയിലുള്ള സൃഷ്ടികളായ ജിന്നിനെയാണ് വിഷ്ണുവിനോട്, ഹൈന്ദവരുടെ ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമായ വിഷ്ണുവിനോട് ഉപമിച്ചുകൊണ്ട് പൊട്ടപ്പോയത്തം പറഞ്ഞു തുടങ്ങി. അവസാനം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൽ മനുഷ്യനെ ഒഴിവാക്കിയിരിക്കുന്നു. ഇതൊക്കെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവര് പച്ച ശിർക്കിലേക്കാണ്. ആ ശിർക്കിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അടുത്ത തലമുറ നിലവിളക്കുന്ന നിസ്സാരമായി കണ്ടാൽ ആരാ ഉത്തരവാദി? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന്റെ വിശദീകരണം അക്ബർ സാഹിബിന്റെ പ്രസംഗവും നോട്ടീസും വായിച്ച് അടുത്ത തലമുറയിൽ ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ അങ്ങനെ ശിർക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഗൗരവകരമായ ഒരു അവസ്ഥ നമുക്ക് മറുഭാഗത്ത് കാണാൻ കഴിയും.
അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട വലിയ ബാധ്യത നമുക്കുണ്ട്. ഇവിടെ ശിർക്കിന്റെ കൊട്ടളങ്ങൾ സജീവമായി നിൽക്കുന്ന ഒരു സന്ദർഭം സമസ്തയുടെ ഭാഗത്തുള്ളപ്പോൾ തന്നെ നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെറിയ ചെറിയ പരിശ്രമങ്ങൾ നമ്മൾ നടത്തുമ്പോൾ വലിയ വിജയങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആശയരംഗത്ത് നമ്മുടെ അടുത്താണ് സത്യം എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മുജാഹിദ് ബഹുജനം നമ്മളോടൊപ്പം നിന്നു. ആൾ ബലം സത്യത്തിന്റെ മാനദണ്ഡമായി ഒരിക്കലും നമ്മൾ കാണുന്നില്ല. പക്ഷേ കാര്യങ്ങൾ പെട്ടെന്ന് മുജാഹിദ് സമൂഹം മനസ്സിലാക്കുകയും നമ്മുടെ എതിരാളികളും നിരീക്ഷകരുമായ ആളുകൾ പോലും യഥാർത്ഥ മുജാഹിദോടൊപ്പമാണ്. ലെറ്റർ കോഡും സീലും കാനമിന്റേത് കയ്യിലില്ലെങ്കിലും അവരുടെ അടുത്താണ് സത്യം എന്ന് മനസ്സിലാക്കി. ആ സന്ദർഭത്തിലൊക്കെ മറുഭാഗം പിടിച്ചു നിന്നത് സംഘടന നമ്മുടെ കയ്യിലാണല്ലോ എന്ന് പറഞ്ഞ് അവരുടെ ആളുകളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കരുത്. എന്നാൽ കോടതി വിധികളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അവിടെയും ശക്തമായ ഉലച്ചിൽ ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ കേസ് തന്നെ നാം വിജയിക്കുകയും ടി പി അബ്ദുൽ 23 ആളുകൾ കൗൺസിലർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടത് കൃത്രിമത്വത്തിലൂടെയാണ് എന്ന് കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇരിക്കൂർ പൂർണ്ണമായി നമുക്ക് കിട്ടി. CD ടവറിന് നമ്മുടെ അഭിമാന പ്രശ്നമാണ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തെ സലഫി സെന്റർ അൽഹംദുലില്ലാ മുജാഹിദുകളുടെ കയ്യിൽ കിട്ടി. ഇഹ്യാത്തുൽ ഇസ്ലാമിയുടെ ഫണ്ട്, അതേപോലെ മുജാഹിദ് പ്രവർത്തകരുടെ വിയർപ്പ്, ഇതുള്ള സ്ഥാപനം അൽഹംദുലില്ലാ യഥാർത്ഥ മുജാഹിദുകളുടെ കയ്യിൽ. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ടി പി മദനി പറഞ്ഞിരിക്കുന്ന തെറിവാക്കുകൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ സംഘടനയും അവരുടെ കൈകളിൽ നിന്ന് പോവുകയും കൊല്ലത്ത് മിമ്പറിൽ വെച്ച് ആ കാര്യം വളരെ കൃത്യമായി ഖതീബ് പറയുകയും ചെയ്തൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇവിടെയൊക്കെ വിനീതരാവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ പ്രവർത്തിക്കാനും നമുക്ക് നിർവഹിച്ചാൽ തീരാത്ത അത്ര ഉത്തരവാദിത്വം നമ്മുടെ മേൽ കൂടുതൽ വന്നു ചേരുകയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലെല്ലാം നമ്മുടെ ശ്രദ്ധയുണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം എന്നറിയിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. CP സലീം, ഹലോ അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. CP സലീം സാഹിബിനോടാണ് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് എനിക്ക് അറിയാനുള്ളത് നാരിയ സലാത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നാരിയ സലാത്ത് ഷിർക്കാണോ അതോ ഷിർക്കല്ലേ? ഈ ഒരു കാര്യത്തിൽ CP സലീം സാഹിബിന്റെ അഭിപ്രായം എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാരിയ സ്വലാത്തുമായി ബന്ധപ്പെട്ട് ചർച്ച എങ്ങനെ വന്നു എന്ന് നമ്മുടെ സഹോദരൻ അറിയാമെന്ന് വിചാരിക്കുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് 2010 നമ്മുടെ കാന്തപുരം വിഭാഗത്തിന്റെ ഇടയിൽ ഇപ്പോൾ പമ്പിച്ച വിവാദങ്ങൾക്ക് കാരണമാവുകയും കാന്തപുരം വീണെടുത്ത് കടന്ന് ഉരുളാൻ പോലും പറ്റാത്ത തരത്തിൽ സ്തംഭിച്ചു പോവുകയും ചെയ്ത വിഷയത്തിലേക്ക് എത്തിച്ച ജിഷാൻ നൂറുദ്ദീൻ ലബ്ബാദാരിനിയെ ഫോൺ ചെയ്ത ഒരു ക്ലിപ്പാണ് 3 വർഷം കഴിഞ്ഞ് പുറത്തു വരുന്നത്. പലർക്കും ആ വിഷയം അറിയില്ല. 3 വർഷത്തിന്റെ പ്രായം ആ ക്ലിപ്പിനുണ്ട് എന്ന് പലർക്കും അറിയില്ല. അദ്ദേഹം അത് പറഞ്ഞ സാഹചര്യവും അദ്ദേഹം അത് വിശദീകരിച്ചതും ഒക്കെ നമ്മൾ പിന്നെ അനസ് മുസ്ലിയാരും ഒക്കെ ആയുള്ള സംവാദത്തിലൂടെ ഒക്കെ മനസ്സിലാക്കിയതാണ്. ഇവിടെ വിഷയം ഇത് മുജാഹിദുകൾ ചെല്ലുന്നില്ലെന്നും ചെല്ലാൻ പറയുന്നില്ലെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ചെല്ലുന്ന ആളുകൾ എന്തൊരു വിശ്വാസമാണ് അതിനെക്കുറിച്ച് പുലർത്തുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ വളരെ കൃത്യമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിയാസക്കുള്ള ഏറ്റവും നല്ല ഒരു മാർഗമായി, അല്ലെങ്കിൽ അതിനുള്ള ഒരു അങ്ങനെ ചെയ്യുവാനുള്ള ഒരു മാർഗമായിട്ടാണ് യഥാർത്ഥത്തിൽ നാരിയ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ പദങ്ങളുമായി ബന്ധപ്പെട്ട് നൂറുദ്ദീൻ ലബ്ബാദാരിനി അദ്ദേഹത്തിന് ചില വിശദീകരണങ്ങൾ പറഞ്ഞു. ആ വിഷയം അദ്ദേഹം പറഞ്ഞതിനെ നമ്മുടെ പണ്ഡിതന്മാർ ഇന്നതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സക്കരിയ സുലാഹി ആകട്ടെ ഫൈസൽ മുസ്ലിം ആകട്ടെ വളരെ കൃത്യമായി അത് അതേ സംസാരങ്ങളിൽ തന്നെ ഈ പറഞ്ഞ രൂപത്തിൽ അത് ശിർക്ക് തന്നെയാകുന്നു എന്ന് വ്യക്തമായി പറയുകയും നമ്മുടെ മംഗലാപുരം സംവാദത്തിൽ മുസ്ലിയാക്കന്മാരെ നേരിട്ട് മുന്നിൽ കിട്ടിയപ്പോൾ അത് നമ്മുടെ നിലപാട്
ആ വിഷയത്തിൽ ഫൈസൽ മുസ്ലിയാർ വ്യക്തമാക്കുന്ന രംഗം നിങ്ങളൊന്ന് കേൾക്കുക. നിങ്ങൾ കുതുബിയത്തിലൂടെ, നിങ്ങൾ നാരിയാസലാത്തിലൂടെ, നിങ്ങൾ മാനമൗലിയത്തിലൂടെ, നിങ്ങൾ ചാരങ്ങളിലൂടെ റഹ്മാനായ റബ്ബല്ലാത്തവർക്ക് അഭൗതികത കൽപ്പിക്കുന്നു. അതെ, തുടങ്ങിയ പ്രയോഗങ്ങൾ നബി സഹായിക്കുമെന്നും നബി പ്രയാസം ദൂരീകരിക്കുമെന്നും നബി ഇടപെടുമെന്നും ഒക്കെയാണല്ലോ നിങ്ങൾ വിളിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസവും അതാണല്ലോ. ആ നാരിയാസലാത്ത് അടക്കമുള്ള കുതുബിയത്തടക്കമുള്ള ഖാതീബും മാലയും മൗലീദും അടക്കമുള്ള തെങ്ങിലൂടെ ഈ ശിർക്ക് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജാലങ്ങളിലേക്ക് സമുദായത്തെ കൊണ്ടുപോയി നേടാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അഭൗതികമായ കാര്യങ്ങളിൽ, അസാധാരണമായ കാര്യങ്ങളിൽ, സബബുകൾക്ക് അതീതമായ കാര്യങ്ങളിൽ, അതേ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട വിഷയങ്ങൾ റബ്ബല്ലാത്തോട് ചോദിച്ച് അവർക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നു. ഇലാഹിന്റെ സ്ഥാനത്തേക്ക് അവർ എത്തിപ്പെടുന്നു. അത് ശിർക്കായി മാറുന്നു. ഇലാഹാണ് വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, താലിക്കാരുടെ വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യുന്ന പണി അതാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ തൗഹീദിലേക്ക് വരൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കൂ, റബ്ബിനോട് മാത്രം തേടൂ, ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കൂ. പദങ്ങളിൽ മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ പോരാ. നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കെതിരെ വിവാദമുണ്ടായപ്പോൾ ഇത് നിങ്ങളെ എതിരിടാൻ ഞങ്ങൾ ഉണ്ടാവില്ലെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഈ വിവാദവും നിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാൻ കൂടുതൽ ശക്തി നൽകിയെന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ജിന്നു പറയുന്നത് ജിന്നു പറയും, ശൈത്താൻ പറയുന്നത് ശൈത്താൻ പറയും, ഇത്തരം ആളുകൾ ചിത്ര പറയുന്നത് അതും പറയും. ജിന്നിന്റെ സമയം കഴിഞ്ഞു, ശൈത്താന്റെ സമയം കഴിഞ്ഞു. ഞങ്ങൾ ആൾക്കാരും പഠിച്ചു. ഇതാ നിങ്ങൾക്കെതിരെ തന്നെ ഇന്ന് മുതൽ ഇത് ഇറക്കമാണ്, ഇത് തുടക്കമാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇങ്ങോട്ട് ആഞ്ഞത് തന്നെയാണ്. മണ്ണാൾക്കാരിൽ നിന്ന് സുലൈമാൻ സഖാഫിയും സമതിയെത്തും പോയതുപോലെ ഇതാ ഈ മംഗലാപുരത്തിൽ നിന്ന് ഇർഫാനിയും ദാരിമിയും അവിടെ ഖാലിദിയത്ത് വാദവും ഇവിടെ കുഴിച്ചു മൂടപ്പെട്ട്. സഹോദരങ്ങളെ, എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്ന് ഈ നാരിയ സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ മുമ്പിൽ കിട്ടിയപ്പോൾ വളരെ കൃത്യമായി നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ശിർക്ക് അവരുടെ മുമ്പിൽ വഞ്ചന, അത് സംവാദത്വം വ്യക്തമായ കാര്യമാണ്. 3 വർഷം മുമ്പ് നാരിയ സ്വലാത്തിൽ ശിർക്കില്ല എന്ന വാദം ഈ ക്ലിപ്പ് തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അതേ സംവാദത്തിൽ, ലബാദാരിയുമായുള്ള സംവാദത്തിൽ അനീഫ് കായക്കുടി പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യം അറിഞ്ഞിട്ടും എന്തിനായിരുന്നു മൂവാറ്റുപുഴ സംവാദത്തിന് ലബാദാരിമിയെ കൊണ്ടുപോയത്? ഈ ചോദ്യം പ്രസക്തമല്ലേ, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതൊരു വിഷയം പറയുമ്പോൾ അതിലൊരു ആത്മാർത്ഥത വേണ്ടേ? നമ്മളൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ക്ലിപ്പുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദ് അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അബ്ദുറഹ്മാൻ സലഫിയാണ്. അതിന്റെ പേരിൽ അവർ ഇന്നുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല. അപ്പോൾ 3 വർഷം മുമ്പ് ഈ കാര്യം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഹനീഫ് കായക്കൊടി അത് മറച്ചു വെച്ചു? ഇത് കാപട്യമല്ലേ? അപ്പൊ അതുകൊണ്ട് വിഷയങ്ങൾ നമ്മൾ പഠിക്കണം. ഇരിയാസിലേക്ക് ടെക്സ്റ്റ് വരുന്നുണ്ട്. മറ്റത് പറഞ്ഞു ഇനി അപ്പോൾ ആര്യാസ്വലാത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഈ വിഷയത്തൊന്ന് വഴിതിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിഷയത്തിലും പ്രമാണങ്ങൾ കയ്യിലുള്ളത് കൊണ്ട് ആരുടെ മുമ്പിലും ഒരു തരത്തിലും പതറേണ്ടതില്ല. ഇനി വല്ല അബദ്ധവും സംഭവിച്ചു പോയി, അബദ്ധം സംഭവിച്ചെന്ന് ഉറച്ചു പറയും. വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ യാതൊരു തരത്തിലുള്ള മടിയും നമുക്കില്ല. അതുകൊണ്ട് സഹോദരൻ, വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കണം. അവിടുത്തെ അഡ്മിൻ സ്ഥാനം ഒഴിവാക്കി ഇവിടെ അഡ്മിൻ ആകുന്ന അവസ്ഥയിൽ വരെ എത്താൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചാലും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കഴിയുമെന്ന ഉറപ്പ് എനിക്കുണ്ട്. കാരണം വിഷയങ്ങൾ പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും ഈ വിഷയം ബോധ്യമാകും. ഇപ്പോൾ നമ്മൾ കേട്ടത് ഫൈസൽ മുസ്ലിയാർ സമസ്തക്കാരുടെ മുമ്പിൽ നിങ്ങൾ ചെല്ലുന്ന നാരിയ സ്വലാത്ത് പച്ച ശിർക്കാണ് എന്ന് സംവാദത്തിൽ പറഞ്ഞപ്പോൾ അല്ല എന്ന് അവരെന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുകൂടി കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഒരു തിരുത്തുണ്ട്. ഞാൻ ആ റൂമിലെ അഡ്മിനും അല്ല, ഞാൻ ആ റൂമിലത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട അസ്സലാമു അലൈക്കും. CP സലീം.
ഇപ്പൊ ഇവിടെ തർക്കത്തിന്റെ മർമ്മമായ ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിൽ ഷിർക്കും വസീലത്ത് ഷിർക്കും ഉണ്ട് എന്നതിന് വസീലത്ത് ഷിർക്കായ സഹായത്തേട്ടത്തിനുള്ള തെളിവായി സൂറത്ത് അന്നാമിലെ 128 ആയത്ത് ആണോ തെളിവ് എന്ന് CP സലീം സമ്മതിക്കുമോ എന്നുകൂടി അറിഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. മൈക്ക് എടുക്കാമോ? കേൾക്കാനുണ്ടോ? അസ്സലാമു അലൈക്കും. കേൾക്കാനുണ്ടോ? എൻ്റെ പേര് അബ്ദുൽ ജബ്ബാർ, ദമാമിൽ നിന്നാണ്. ഈ സംവാദം മുഴുവൻ കേട്ടു. അതിൽ നിന്നും വന്ന ഒരു സംശയമാണ്. ഇത് ഹക്കും ബാത്തിലും തമ്മിലുള്ള സംവാദമായിരുന്നു. ദീനിയായ വിഷയങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ അറിഞ്ഞോ അറിയാതെയോ രണ്ട് ഭാഗത്തു നിന്നും വ്യക്തിഹത്യ നല്ല രീതിയിൽ നടന്നിരുന്നു. അപ്പോൾ എൻ്റെ സംശയം, ഒരു മുസ്ലിമിനെ ഈ വ്യക്തിഹത്യ നടത്തുന്നതിനെ കുറിച്ച് എങ്ങനെ നോക്കിക്കാണണം എന്നാണ് എൻ്റെ സംശയം. ഇതിന് വ്യക്തിഹത്യ നടത്തുന്നത് പണ്ട് സഹാബികളുടെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള വിധി? ഇത്രയും മാത്രം. അസ്സലാമു അലൈക്കും. ഇപ്പൊ ഏകദേശം കേട്ട എല്ലാവർക്കും മനസ്സിലായി ഈ ആയത്തിൽ ജിന്നുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഉൾപ്പെടുന്നു, സ്വാഭാവികമായും ആ കൂട്ടത്തിൽ ഇസ്തിആനത്തും ഉൾപ്പെടുന്നു എന്ന്. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും പറയണല്ലോ, അതിന് കണ്ടുപിടിച്ചൊരു മാർഗമാണ്. CP സലീം സമ്മതിക്കുന്നുണ്ടോ, മറ്റുള്ളവരെ സമ്മതിക്കുന്നുണ്ടോ? ഇത് മുമ്പ് നമ്മൾ പുളിക്കൽ മുഖാമത്തിൽ ചോദിച്ചിരുന്നു. ഫൈസൽ മുസ്ലിയാർ ഇപ്പൊ പറയുന്ന വാദം PN അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ തന്ത്രാണ്. ഇങ്ങനെ അപ്പൊ എന്താ വെച്ചാല് നമ്മുടെ തന്നെ ആ വിഷയത്തിൽ അഭിപ്രായ ഐക്യമില്ല എന്ന് കേൾക്കുന്ന ആരെങ്കിലും ഒരു പോയത്തക്കാരൻ വിശ്വസിച്ചാലോ എന്നായിരിക്കാം ഒരു വിചാരിച്ചിട്ടുണ്ടാവുക. ഒരു പല രൂപത്തിൽ പല സൈസ് CD-കളും പല ഡോക്യുമെന്റിലും എല്ലാം ഇറക്കി വയ്ക്കുക. ഇപ്പൊ 4 അഭിപ്രായം എന്ന് പറഞ്ഞു, പലർക്കും പല രൂപത്തിൽ പറഞ്ഞു. പക്ഷെ അതൊക്കെ തൂറ്റിപ്പോയി എന്നല്ലാതെ അതൊന്നും ഒരാളും വിശ്വസിച്ചില്ല. അവസാനം ഒന്നാമെ കൂട്ടത്തല്ല നമ്മൾ കണ്ടത്, സീട്ട പോലാണ് താനും. അപ്പൊ ആ വക തന്ത്രമൊക്കെ തിരക്കാൻ നടന്നോട്ടെ. ഒരു ആയത്തിന് ശരിയായ ഒരു വ്യാഖ്യാനം എന്താണ് എന്ന് മുൻഗാമികൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് എല്ലാവരും അംഗീകരിക്കുക എന്നുള്ളതിനാണ്. അത് CP സലീം മാത്രമല്ല, ചോദ്യകർത്താവും അംഗീകരിച്ചോളണം. അല്ല ആ വ്യാഖ്യാനം ഇല്ലേ എന്ന് നമ്മൾ ആരും പറയാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ദുർവ്യാഖ്യാനം തെളിയിച്ചോളി, ഞങ്ങൾ തുറന്ന് സമ്മതിക്കാൻ തയ്യാറാണ്. അല്ലേ ഈ ആരോപണം നിർത്തിക്കാളി. ഒരു തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവരുടെ ദുർവ്യാഖ്യാനങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞു. നേരത്തെ നമ്മൾ പല പ്രാവശ്യം വിശദീകരിച്ചത് എണ്ണി അവരുടെ ദുർവ്യാഖ്യാനങ്ങൾ പലതും പറഞ്ഞിട്ട് ഒരക്ഷരം പോലും അതിനെക്കുറിച്ച് പ്രതികരിച്ചതുമില്ല. അപ്പൊ ഇനിയിപ്പോ ചോദിക്കുക അത് ഏപ്പ് അംഗീകരിക്കുന്നുണ്ടോ ടീപ്പ് അംഗീകരിക്കുന്നുണ്ടോ വെച്ചാൽ അംഗീകരിച്ചേ പറ്റൂ ദുർവ്യാഖ്യാനിച്ചു എന്നുള്ളത്, അല്ലാതെ മാർഗമൊന്നുമില്ല. അപ്പൊ ഏതായാലും ആവക രീതി ശരിയല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ വ്യക്തിഹത്യകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ അത്തരം രീതികൾ ഒരിക്കലും പാടില്ല. അതേസമയം ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ആദർശപരമായ പോരായ്മകളും അയാൾ മറച്ചുവെക്കുന്ന കപടമുഖവുമൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അത്തരം സംഗതികൾ ആവശ്യമെങ്കിൽ അത് അനുവദിക്കപ്പെട്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് എവിടെയും തർക്കമില്ല. അവിടെയും ലക്ഷ്യം വ്യക്തിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുക എന്ന ലക്ഷ്യമാവരുത്. ഇതിന്റെ മറവിൽ അയാളുടെ ദേശം തീർക്കുക, അയാളെ ഇരപ്പാക്കുക
എന്ന വ്യക്തിപരമായ വിദ്വേഷമായിക്കൂടാ അതിനുള്ള പ്രചോദനം. മറിച്ച് ആള് നല്ലവനാണ് എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ വിശ്വസിക്കുമോ എങ്കിൽ അത് ശരിയല്ല, അയാൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കയ്യിൽ വേണ്ടത്തരങ്ങളുള്ളവരാണ്, അയാൾ ബിദ്അത്തും ഖുറാഫാത്തും ശിർക്കും അതേപോലെ തോന്നിയാസങ്ങളും ഫിത്നകളും ഒക്കെ ഉള്ള ആളാണ്, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്, അത് ജനങ്ങളെ ദീൻ സംരക്ഷിക്കാൻ ആവശ്യമാണ് എങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി അത് അനുവദിക്കപ്പെട്ടു. അല്ലാത്ത രൂപത്തിൽ നമ്മളാരും ഒരാളെ കുറിച്ചും പ്രയോഗിക്കാറില്ല എന്ന് കൂടി ചോദ്യകർത്താവ് മനസ്സിലാക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും നാട്ടിൽ 12 മണിയായി. ഞാൻ സ്വന്തം വീട്ടിലല്ല, നമ്മുടെ മറ്റു സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. ഇനി 10 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് എത്താനും. കൂടുതൽ സമയം നീട്ടിക്കൊണ്ടുപോകാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സലീം കഴിയുമ്പോഴൊക്കെ തുടർന്നു കൊണ്ടുപോകുന്നുവെങ്കിൽ കുറച്ചുകൂടെ പോകാം. ഞാനല്ല അതിൽ അഡ്മിന്മാർ ഇടപെട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ അവർക്ക് പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പിന്നെ അതിനു മുമ്പ് ഫൈസൽ മൗലവി റെസ്റ്റ് എടുക്കാൻ പോയിക്കോളും. അത് ഇവിടെ സലീമുണ്ട്, പിന്നെ അവരെ മറ്റേ സുറൈൻ സലഫിയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് റിക്വസ്റ്റ് പറയാം. പിന്നെ ഞാൻ വിളിച്ചത് ഫൈസൽ മൗലവി പറയണ്ട, വരാൻ പറഞ്ഞാൽ മതി. ഒരു മംഗലാപുരം മഹദിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നിരുന്നല്ലോ. മംഗലാപുരം മഹദി അബ്ദുറഹ്മാൻ സലഫിയുടെ ഇപ്പോഴത്തെ പുതിയ വ്യാഖ്യാനം 100% തെറ്റാണ്, അത് പിഴവാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ രക്ഷപ്പെടാൻ വേണ്ടി, അതിനു മുമ്പെന്ന് പറയാം, ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു കക്ഷി പറഞ്ഞല്ലോ വ്യക്തിഹത്യ എന്ന്. ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിക്കണ്ടേ? ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ക്ലാസ് റൂമിൽ തന്നെ ഇങ്ങനെ വരിയായിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്. അതിൽ ഒരാൾ കയറി ഹെഡ് ചെയ്ത് ചാടിയിട്ട് മേലെ വന്ന് കഴിഞ്ഞാൽ അയാൾ പുറത്താക്കൂലേ? അപ്പൊ അയാൾ തെറ്റൽ നെറികേടല്ലേ? അതുപോലെ അബ്ദുറഹ്മാൻ സലഫി ചെയ്യുന്നൊക്കെ നെറികേടാണല്ലോ. സമ്മേളനത്തില് ലിസ്റ്റില്ലാത്ത ഒരാൾ കയറി ചാടി വന്നിട്ട് പ്രസംഗിക്കുക, ഒരു നെറികേട് കാണിച്ച്. അതുപോലെ ഈ 10 പിരിയൻ സംവാദത്തില് അബ്ദുറഹ്മാൻ സലഫീന്റെ ആൾക്കാർ തന്നെ അവരെന്നെ മാത്രമല്ല, അവരെ അധ്യക്ഷനും പറഞ്ഞ് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. അയാൾ തന്നെ മൊബൈൽ ഉപയോഗിച്ചിട്ട് മൊബൈലിൽ മെസ്സേജ് കാണിക്കുക. അപ്പൊ പിടിച്ച് പുറത്താക്കിയാതെ വേണ്ട സംവാദത്തിൽ നിന്ന് നിയമപ്രകാരം. അപ്പൊ അത്ര നെറികേട് കാണിക്കുമ്പോൾ അതെന്തായാലും ചൂണ്ടിക്കാണിക്കുന്നത് വ്യക്തിഹത്യയല്ല, തെറ്റ്, അയാൾ ചെയ്ത തെറ്റുകളാണ്. അപ്പൊ ഞാൻ അത് ഇടയ്ക്ക് പറയാം, നിമിഷത്തിലേക്ക് വരാം. ഇപ്പോ ആ ഇത് കാണിച്ചുകൊണ്ട് അങ്ങനെ മഹദി ഇയാൾക്ക് 100% ഇയാളെ ഈ പുതിയ തൗഹീദ് തെറ്റാണ്, പിഴവാണെന്ന് പറഞ്ഞപ്പോ അയാൾ ആകെ പതറി. ഫൈസൽ മുസ്ലിയാരുടെ ഈ ചോദ്യത്തിന് മുമ്പ് പതറിയപ്പോഴേ ഉടനെ പറഞ്ഞ് ഇലൈഹിം എന്ന് കാണിച്ചിട്ട് അത് ജമിയത്തുൽ ഉലമയിലേക്കാണ്, നമ്മളെ KJU-നെ കുറിച്ചാണ്, മടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഫൈസൽ മൗലവി പറഞ്ഞ് അകാല സലഫി പണ്ഡിതന്മാരിലേക്ക് മടക്കാനാണ് മഹദി പറഞ്ഞതെന്ന്. അപ്പൊ അവിടെയും അയാൾ പതറി. അപ്പൊ അതിന്റെ ഇടയിൽ ഈ കാര്യം കുറച്ച് ചങ്ങായിമാർ ഈ ഫേസ്ബുക്കിൽ കണ്ടു. അയാൾ വായിച്ചത് ഇലൈഹാൻ തന്നെയാണ്, ഫൈസൽ മൗലവി കേൾക്കാത്തതാണ്, തെറ്റ് ഫൈസൽ മൗലവി കളവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രചരണം. അതിനൊരു ഒരു ഒരു വിശദീകരണം കൊടുക്കണമെന്ന് ഞാൻ പറയാം. കാരണം ഇങ്ങനെ ഇപ്പം അത് അയാൾ ഇപ്പം കുറച്ചു മുമ്പേ യുഹബിഫു അവലിയാഹോ എന്ന് പറഞ്ഞപ്പോ അനസ് കണ്ടില്ലേ, അയാൾക്ക് വ്യാഖ്യാനിക്കുന്ന ശൈത്താനെയും ശൈത്താന്റെ ആൾക്കാർ ഇങ്ങനെ തുടങ്ങിയ ആൾക്കാർക്ക് നേതൃത്വത്തിന് വേണ്ടി, നേതാവിന് വേണ്ടിയിട്ട് ഇങ്ങനെ സിന്ദാബാദ് വിളിക്കുക, വ്യാഖ്യാനിച്ച് നടക്കുക. ഈ പണ്ഡിതന്മാരെ കുറിച്ച് എന്താ പറയാ? ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറയാന്ന് വെച്ചാൽ, ഒന്ന് അയാൾ കുതന്ത്ര സലഫിന്ന് ഞാൻ പറയാം. രണ്ടാമതായ അനുയാളികളെ കാപ്പട്യത്തിന്റെ അങ്ങേയറ്റെന്ന് ഞാൻ പറയാം. ഞാൻ കുറച്ച് പറയാൻ തീവ്രത കൂടുതലായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഈ തട്ടിപ്പും ഈ നെറികേടും വൃത്തികെട്ട സ്വഭാവം കാണിക്കുന്നവർ പിടിച്ച് കാണിക്കാൻ വേണം, പിടിച്ച് പുറത്താക്കണം. പിന്നെ ഇപ്പൊ ഞാൻ ചോദിച്ചത് പറഞ്ഞത് ഇലൈഹാന്ന് ഞാൻ വായിച്ചത് ഇലൈഹിം എന്നല്ല എന്ന് പറഞ്ഞൊരു അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനാണ് ഞാൻ ഇപ്പം വിളിച്ചത്. എന്റെ സംസാരത്തിൽ തീവ്രത വന്നുവെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഹ്ലെ ഹദീസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ അസ്ഗറദി ഇമാം മഹ്ദി അസ്സലഫി അദ്ദേഹം മംഗലാപുരത്ത് ഹുസൈൻ സലഫിയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ പരസ്യമായി അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ജംഇയ്യത്തുൽ ഉലമ ഇഅ്തിബാർ വിഷയത്തിൽ ഇങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം 100% തെറ്റാണ്, 100% ഗലത്ത് എന്നാണ് അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചത്. അപ്പൊ അവിടെ നാം അത് ഉന്നയിച്ചപ്പോൾ അദ്ദേഹം അതിന് കണ്ടെത്തിയ മറുപടി ഒരുപാട് അർത്ഥത്തിൽ അത് രസകരമാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ മൊബൈലിൽ അദ്ദേഹം ഒരു മെസ്സേജ് കാണിച്ചു പറയുകയാണത് എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതിലിങ്ങനെ ഉണ്ട് എന്ന്. അത് തന്നെ ഏറ്റവും വലിയ ഒരു വിഡ്ഢിത്താണല്ലോ. എൻ്റെ മെസ്സേജ്, ഞാൻ ഒരു മെസ്സേജ് കാണിക്കുക ഇതെനിക്ക് ഇന്നാൾ അയച്ചതാണ് എന്ന് പറയാ, അത് എന്ത് ന്യായമാണുള്ളത്? പിന്നെ അദ്ദേഹം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ട് ഉള്ള പ്രതികരണമാണ് പിന്നെ കൊടുക്കുന്നത്. അദ്ദേഹം വായിച്ച് കേട്ട ആ ഒരു അറിവ് മാത്രം നമ്മളത്തെ ആ വിഷയത്തിലുള്ളത്, നമ്മളത്തെ ആ സാധനം ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതില് പിന്നെ നിങ്ങൾ ജംഇയ്യത്തുൽ ഉലമയുടെ പഴയ തീരുമാനത്തിലേക്ക് മടങ്ങണം എന്ന് മെസ്സേജ് ഉണ്ട് എന്നാണ് അദ്ദേഹം വായിച്ചത്. അങ്ങനെ മെസ്സേജ് ഏതായാലും ഇതില്ല. പക്ഷെ അത് വായിച്ച് നമ്മളോട് പറഞ്ഞപ്പോ പിന്നെ നമ്മൾ പറഞ്ഞു, പിന്നെ നിങ്ങൾ വായിച്ചതിൽ തന്നെ ജംഇയ്യത്തിലേക്ക് മടങ്ങണം എന്നല്ലല്ലോ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൽ വേണ്ടത് പിന്നെ നിങ്ങളതിലേക്ക് മടങ്ങണം എന്ന് പറയാൻ നിങ്ങൾ ഇർജി ഇലൈഹ എന്ന് പറയണ്ടേ, പക്ഷെ ഇലൈഹിം എന്നാണ് നമ്മൾ വായിച്ചത് പറഞ്ഞു. അത് ശരിക്കും നമ്മുടെ കേട്ടെടുത്തുള്ള അബദ്ധമായിരുന്നു എന്ന് CD പിന്നെ കേട്ടപ്പോൾ മനസ്സിലായി. ഇർജിഅൽ ജമീഉ ഇലൈഹ എന്ന് തന്നെയാണ് അദ്ദേഹം വായിച്ചത്. പക്ഷെ അടുത്ത വാചകം യഖുദ ബി ഖൗലിഹിം എന്നാണ്. അപ്പൊ ഏതായിരുന്നാലും ആ തീരുമാനം അംഗീകരിക്കണം എന്നല്ല അതിലുള്ളത്, ഇലൈഹ എന്നാണുള്ളത്. പക്ഷെ ബി ഖൗലിഹിം എന്നിടത്താണ് ഹുമ്മുള്ളത്. അത് ഞാൻ അദ്ദേഹം വായിച്ച് കേട്ട പെട്ടെന്ന് ആ സമയത്ത് പ്രതികരിച്ചപ്പോൾ അതൊരു ധാരണപ്പശക് വന്നു. പക്ഷെ അദ്ദേഹം പിന്നോട്ട് പ്രതികരിച്ചതും ഇല്ല. അപ്പൊ അവിടെ ഇലൈഹ എന്ന് തന്നെയാണ് അദ്ദേഹം വായിച്ചിട്ടുള്ളത്. നമുക്കത് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതേസമയം അദ്ദേഹം പറഞ്ഞ ആശയം ആ മെസ്സേജിൽ ഇല്ല. അതിൽ പറഞ്ഞ് നിങ്ങൾ ഇന്ദക്കും മർജിഇയ്യ ദീനിയ്യ ഇൽമിയായ ദീനിയായ നല്ല ഒരു മർജിഇ, ഒരു അവലംബം നിങ്ങൾക്കുണ്ടല്ലോ. ജംഇയ്യത്തുൽ ഉലമയും മുജാഹിദും ഒക്കെയായി നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതിലേക്ക് മടങ്ങുകയും നസീഹത്തി അൻ യർജിഅൽ ജമീഉ ഇലൈഹ, എല്ലാവരും അതിലേക്ക് മടങ്ങുക, വയഖുദ ബിഖൗലിഹിം, എന്നിട്ട് അവരുടെ അഭിപ്രായം നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് അദ്ദേഹം വായിച്ചതിൽ തന്നെ ഉള്ളത്. അത് മഹദി അയച്ചതാണോ അല്ലേ നമുക്കറിയില്ല. ഇനി മറ്റു വല്ല തന്ത്രമിലുണ്ടോ അതും നമുക്കറിയില്ല. എന്തായാലും ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനം ശരിയാണ്, അത് അംഗീകരിച്ചോളി എന്നല്ല അതിലുള്ളത്. നിങ്ങൾക്ക് നല്ല ഇൽമിയായി നേതൃത്വം കൊടുക്കാൻ പറ്റാവുന്ന നല്ല സംവിധാനമുള്ളതാണ് കേരളത്തിൽ. ആ സംവിധാനത്തിലേക്ക് നിങ്ങൾ എല്ലാവരും മടങ്ങി നിങ്ങൾ ആ പണ്ഡിതന്മാരുടെ കൗല് അത് നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് അതിൽ തന്നെ ഉള്ളത്. അപ്പൊ മഹദി മനസ്സിലാക്കിയത് എല്ലാ പണ്ഡിതന്മാരും ജംഇയ്യത്തിലുണ്ട്, നേതൃത്വത്തിലുണ്ട്. ആ എല്ലാ പണ്ഡിതന്മാരും കൂടി ആലോചിച്ച് തീരുമാനിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണോ അത് നിങ്ങൾ ജംഇയ്യത്തിന്റെയും നേതൃത്വത്തിന്റെയും പേരിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് സ്വീകരിക്കണം എന്നതാണ് അതിലുള്ളത്. അല്ലാതെ നിങ്ങൾ രണ്ടാളെ കൂടി തീരുമാനിച്ച് ജംഇയ്യത്തിന് തീരുമാനം എന്ന് പറഞ്ഞിട്ട് അതാണ് സ്വീകരിച്ചോളി എന്നല്ല ആ മെസ്സേജിലുള്ളത്. പക്ഷെ ഇലൈഹ എന്ന് തന്നെയാണ് അദ്ദേഹം ആദ്യം വായിച്ചിട്ടുള്ളത്. അത് സംവാദ സമയത്ത് നമ്മൾ കേട്ടപ്പോൾ ഇലൈഹിം എന്ന് കേട്ടു, ഞാനത് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എല്ലാ ഇലൈഹ എന്നാ വായിച്ചുള്ളത് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം ഇലൈഹിം എന്നാണല്ലോ വായിച്ചത് എന്ന് രണ്ടാമത് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇട്ട് പ്രതികരിച്ചതുമില്ല. അപ്പൊ നമ്മൾ ഉറപ്പിച്ചു അദ്ദേഹം വായിച്ച് ഇലൈഹിം എന്നായിരുന്നു, പിന്നെ ഇലൈഹ മാറ്റിയാണ് വിചാരിച്ചു. പക്ഷെ പിന്നീട് ആ CD കേട്ട് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ് ഇലൈഹ എന്നാണുള്ളത്. നമുക്കതിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷെ ആ മെസ്സേജിൽ അദ്ദേഹം പറഞ്ഞ ആശയം ആ മെസ്സേജിൽ ഇല്ല. ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനം ശരിയാണെന്നും ആ തീരുമാനമാണ് അംഗീകരിക്കേണ്ടത് എന്നുമല്ല അതിലുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇത്തരം വിഷയത്തിൽ ചർച്ച ചെയ്യാൻ പറ്റിയ നല്ലൊരു മർജിഇ, ഒരു സ്രോതസ് നിങ്ങൾക്കുണ്ടല്ലോ, ആ സ്രോതസ്സിലേക്ക് നിങ്ങൾ മടങ്ങുക. എന്നിട്ട് അവരുടെ വാക്കുകൾ നിങ്ങൾ അംഗീകരിച്ച് നേതൃത്വ മുജാഹിദീന്റെ സ്വഫിൽ എല്ലാവരും പരസ്പരം സ്നേഹിച്ച് ഒറ്റക്കെട്ടായി നിന്ന് പഴയ പോലെ ഐക്യത്തിൽ പോകണം
എന്നാണ് അതിലുള്ളത്. അപ്പൊ എല്ലാവരും നേതൃത്വത്തിലും ജമയത്തിലേക്കും എല്ലാവരും വന്ന് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് എല്ലാവരും തീരുമാനത്തിലേക്ക് എത്തി ഒറ്റക്കെട്ടായി ഭിന്നിപ്പൊന്നുമില്ലാതെ പോകണം എന്നാണ് മെസ്സേജിലുള്ളത്. അല്ലാതെ നിലവിലെടുത്ത തീരുമാനം അംഗീകരിച്ചോളൂ എന്നിട്ട് എല്ലാവരും ഐക്യപ്പെട്ടോളൂ എന്ന് ആ മെസ്സേജിലും ഇല്ല. ഇനി ആ മെസ്സേജ് മഹദി അയച്ചതാണോ അല്ലേ അത് നമുക്കറിയില്ല. അദ്ദേഹത്തിന്റെ ഫോണിൽ അദ്ദേഹം കാണിച്ച മെസ്സേജ് അത് എങ്ങനെയും ആവാം എന്തുമാവാം അല്ലാഹു അഅലം. ഏതായിരുന്നാലും അദ്ദേഹം വായിച്ചത് ഇലേഹിം എന്ന് തന്നെയാണ്. നാം അത് തെറ്റിദ്ധരിച്ചതാണ്. അത് എല്ലാവരും തിരുത്തണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. അത് ഇവിടെ സൂചിപ്പിച്ച സുഹൃത്തിന് നന്ദി. ഏതായിരുന്നാലും CP സലീമും ഒരു പ്രസംഗം കഴിഞ്ഞ് വന്ന സമയത്താണ്. അതേപോലെ ഞാനും പറഞ്ഞ പോലെ മറ്റൊരാൾ വീട്ടിലാണുള്ളത്. നാട്ടിൽ 12 കഴിഞ്ഞ് 12:10 അപ്പൊ ഇനി കൂടുതൽ നമ്മൾ ചർച്ച നീട്ടിക്കൊണ്ടു പോകാതെ അവസാനിപ്പിക്കുക നന്നാവുക എന്നാണ് തോന്നുന്നത്. അബൂ ഇഹ്സാനോ മറ്റാരെങ്കിലും അഡ്മിന്മാരോ കയ്യിലുള്ളത് ഒന്ന് മുന്നിലേക്ക് വന്ന് ഇതൊരു കൺക്ലൂഷൻ ചെയ്ത് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ ദീന് ശരിയായ രൂപത്തിൽ ഇഖ്ലാസോടുകൂടി ഏറ്റെടുത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച് തൗഹീദിൽ നിലകൊണ്ടുകൊണ്ട് മുന്നേറാൻ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ബഹുമാന്യ സഹോദരന്മാരെ, ഇന്ന് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നടന്ന നമ്മുടെ പത്തപ്പിരിയം സംവാദ അവലോകനം, അതിൽ പൂർണ്ണമായും പങ്കെടുക്കാനും കേൾക്കുവാനും എനിക്ക് സാധിച്ചില്ല. ഇന്ന് മജ്മഅയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്ക് അല്പം വൈകി. ഒരു മണിക്കൂർ മുമ്പ് വരെയുള്ള അവിടുന്ന് ഇങ്ങോട്ടുള്ള പ്രോഗ്രാം മാത്രമാണ് കേൾക്കാൻ സാധിച്ചത്. അൽഹംദുലില്ലാഹ്, ഈ സംവാദം സത്യത്തിൽ നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തപ്പെടുക. കാരണം ഒരു ഏകദേശം 1.5-2 വർഷക്കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അകത്ത് ഉണ്ടായിരുന്ന ഈ ഫിത്നകളും ഫസാദുകളും അവക്ക് ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംവാദമാണ് യഥാർത്ഥത്തിൽ പത്തപ്പിരിയത്ത് വെച്ച് നടന്നത്. കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർക്ക് നേരെ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം അതുപോലെയുള്ള മറ്റ് വിഷയങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ തളർത്താൻ വേണ്ടി നടന്ന ആ ശ്രമത്തിന്റെ ഒടുവിൽ ഈ സംവാദത്തോടുകൂടി സ്വയം തളർന്ന് ഇല്ലാതാകുന്ന ഒരു അവസ്ഥ നാം എല്ലാവരും കാണുകയുണ്ടായി. ആ സംവാദത്തെ ഏതു നിലക്ക് വിലയിരുത്തിയാലും നമ്മളല്ല മറ്റേത് സമൂഹവും ആ സംവാദം നേരിട്ട് കാണുകയാണെങ്കിൽ ആ സംവാദത്തെ വിലയിരുത്തുക എങ്ങനെയായിരിക്കും എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ പറഞ്ഞു നിൽക്കാൻ ആർക്കും ഒരു സംവാദം കഴിഞ്ഞാൽ ആർക്കും പറഞ്ഞു നിൽക്കാൻ അങ്ങനെയായി എന്നൊക്കെ പറയാൻ സാധിക്കും. പക്ഷേ അവിടെ ഈ സംവാദത്തിന്റെ ഫലം എന്തായിരുന്നു? കോഴിച്ചന സംവാദത്തിൽ വെച്ച് ബഹുമാനായ ഫൈസൽ മൗലവി വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന കാര്യം, അത് അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം അതുന്നയിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ സമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിച്ചത്. ഖുർആൻ ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞ് ഫൈസൽ മുസ്ലിയാരുടെ കുറെ ഫോട്ടോ വെച്ച് ഫേസ്ബുക്കിലും അവിടെയും ഇവിടെയൊക്കെ വെച്ച് അദ്ദേഹത്തെ തളർത്തുവാനും അദ്ദേഹത്തെ വ്യക്തിപരമായി ഇടിച്ചു താഴ്ത്തുവാനും ഒക്കെയുള്ള ശ്രമങ്ങളുണ്ടായി. ആ സന്ദർഭത്തിലൊക്കെ ശരി, നിങ്ങൾ പറയുന്ന ആ ദുർവ്യാഖ്യാനം എന്ന് നിങ്ങൾ ആരോപിക്കുന്നത് അത് ഒന്നുകൂടി നമുക്ക് ചർച്ച ചെയ്യാം, ഒരു സംവാദം തന്നെ നടത്താം. ആ സംവാദത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ആ സംവാദത്തിലൂടെ തന്നെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. അതല്ല, ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത അതും ഞാനും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വെല്ലുവിളി ഏറ്റെടുത്തതിന് ശേഷം വളരെ കാലം 8-10 മാസക്കാലം അതിനെക്കുറിച്ച് ഒന്നും പറയാതെ കുറെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി ആ സംവാദത്തിന് ഒരുപാട് നിബന്ധനകൾ വെച്ചു. ഞങ്ങൾ വലിയ ടീമാണ്, അത് ചെറിയ ടീമുമായി ഞങ്ങൾ നേരിടുകയില്ല, ഇങ്ങനെ തുടങ്ങി വെറുതെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നീട്ടിക്കൊണ്ടുപോയി ഒടുവിൽ അത് പത്തപ്പിരിയത്ത് വെച്ച് തന്നെ നടത്തണം എന്ന് നിർബന്ധം പിടിക്കുകയും വാശി പിടിക്കുകയും ആ നിർബന്ധം
ആ നിർബന്ധം ഒടുവിൽ വഴങ്ങുകയും അങ്ങനെ ആ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ പത്തപ്പിരിയത്ത് വെച്ച് തന്നെ അവർ നിശ്ചയിച്ച സ്ഥലത്ത് വെച്ച് അവർ പറഞ്ഞ നിബന്ധനകൾ അംഗീകരിച്ച് എല്ലാ രൂപത്തിലും ആ സംവാദം അങ്ങോട്ട് നടക്കട്ടെ എന്നുള്ള നിലക്ക് എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സംവാദം നടന്നത്. അപ്പോ ആ സംവാദം കഴിഞ്ഞ് നമ്മുടെ സംവാദത്തിന് ശേഷം പത്തപ്പിരിയത്ത് വെച്ച് നടന്ന അവലോകനത്തിൽ എ പി അബ്ദുൽ ഖാദർ മൗലവി പറയുന്നുണ്ട്, ഇത് എങ്ങനെയാണ് അവസാനം ഒടുവിൽ ഇത് പത്തപ്പിരിയത്തും എത്തിയോ എന്ന് അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള യഥാർത്ഥത്തിലുള്ള മറുപടി പറഞ്ഞപ്പോ ആ ചോദ്യത്തിനുള്ള യഥാർത്ഥത്തിലുള്ള മറുപടി പറയേണ്ടത് അവർ തന്നെയാണ്. കാരണം പത്തപ്പിരിയത്ത് വെച്ച് അത് സംവാദം നടത്തണം എന്നത് നമ്മളാരും പറഞ്ഞതല്ല. പക്ഷേ പത്തപ്പിരിയത്ത് വെച്ച് ഈ ദുർവ്യാഖ്യാന ആരോപണം ഉന്നയിച്ച അബ്ദുറഹ്മാൻ സലഫിയുടെ വീടിന്റെ തൊട്ടുമുമ്പിൽ വെച്ച് തന്നെ, നോക്കിയാൽ കാണുന്ന ദൂരത്ത് വെച്ച് തന്നെ ഈ ഒരു സംവാദം നടന്നു. ആ സംവാദത്തിനൊടുവിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ സംവാദത്തിന് ശേഷം പിന്നീട് വിശദീകരണ അഭ്യാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശദീകരിച്ച് എവിടെയും എത്തുന്നില്ല. കുറച്ചാളുകളൊക്കെ വിളിച്ചു വരുത്തി പത്തപ്പിരിയത്തും വിശദീകരിക്കാൻ ശ്രമിച്ചു, മറ്റു സ്ഥലങ്ങളിലും വിശദീകരിക്കാൻ ശ്രമിച്ചു. ഇനി വിശദീകരിക്കേണ്ടതില്ല എന്ന് അവരുടെ തന്നെ ആളുകൾ പറഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതും കൂടുതൽ അള്ളാഹുവിലേക്ക് മടങ്ങുകയും അള്ളാഹുവിനോട് നാം നന്ദിയുള്ളവരാവുകയും ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ നമുക്കാരെയും പഴിക്കാനോ ആക്ഷേപിക്കാനോ വേണ്ടിയല്ല, മറിച്ച് നാം ഇതൊരു ആദർശ പ്രസ്ഥാനമാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് ഒരു ആദർശ പ്രസ്ഥാനമാണ്. ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ആദർശാടിസ്ഥാനത്തിൽ നമ്മൾ തന്നെയാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കേരള നദ്വത്തുൽ മുജാഹിദീന് വേണ്ടി, ആദർശത്തിന് വേണ്ടി പണ്ഡിതന്മാരാൽ, നേതാക്കളാൽ, പൂർവികരായ ഈ പ്രസ്ഥാനത്തെ പടുത്തുയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള മഹാരഥന്മാർ വളർത്തിക്കൊണ്ടുവന്ന ആ പ്രസ്ഥാനത്തെ അതേ രൂപത്തിൽ തന്നെ നിലനിർത്തുകയും അതിനുവേണ്ടി നാം അധ്വാനിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഈ റൂമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചോദിക്കുന്ന ആളുകൾക്ക് അവരെ പൂർണ്ണമായും ഡോട്ടിട്ട് നിർത്തുക എന്നതൊന്നും ഞങ്ങളുടെ ശൈലിയല്ല. ഇവിടെ തന്നെ ഇപ്പോൾ നടന്ന ചർച്ചയെ സംബന്ധിച്ച് ഫേസ്ബുക്കിലും അവിടെയും ഇവിടെയൊക്കെ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചോദ്യകർത്താക്കൾക്ക് ചോദ്യം ചോദിക്കുവാനും അത് പൂർത്തിയാക്കുവാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മളിവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഫൈസ് മൗലവി, അതുപോലെ തന്നെ CP സലീം, അതുപോലെ ഷുറൈഹ് സലഫി, അതുപോലെ മൈക്കിൽ വരാൻ സാധിക്കാതെ എല്ലാം നേരിട്ട് നമ്മോട് സഹകരിച്ച മൂസ സലാഹി എന്നിവർക്കൊക്കെ നമ്മൾ ഈ സന്ദർഭത്തിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇവരെ ഡോട്ടിനെ സംബന്ധിച്ച് ഒന്നുകൂടി പറയട്ടെ. മൈക്ക് ഡോട്ട് ആർക്കും നൽകിയിട്ടില്ല, ടെക്സ്റ്റ് ഡോട്ട് മാത്രമാണ് നൽകിയത്. ആരെയും ഡോട്ടിട്ട് നമ്മൾ നിർത്തുകയോ മറ്റോ ചെയ്തിട്ടില്ല. മറിച്ച് ആര് എന്ത് പ്രചരിപ്പിച്ചാലും, അത് ഫേസ്ബുക്കിലായിരുന്നാലും മറ്റ് വേദികളിലായിരുന്നാലും അത് കളവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ചർച്ച അവസാനിപ്പിക്കുന്ന സമയം ആയിട്ടുണ്ട്. കൃത്യം 9:30 ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചകൾ വീണ്ടും ഇതുപോലെ നമ്മുടെ പണ്ഡിതന്മാർ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ബഹുമാനായ അബു ഇഹ്സാനെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അബു ഇഹ്സാൻ അവിടെ ഉണ്ടല്ലോ, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മൈക്കിലേക്ക് വരണം എന്ന് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.